ഹലോ, ഡിവൈഎസ്പി സാധനം കൊടുക്കൂ. നമ്പ്യാർ സാറിനെ സംസാരിക്കാൻ. ആ, നമ്പ്യാരാണ്. എന്താ അവന്റെ പേര്? ഗോപാലകൃഷ്ണൻ അല്ലേ? എടോ സാധാരണ ആ ഗോപാലകൃഷ്ണന്റെ പേരില് കേസൊന്നും ചാർജ് ചെയ്യണ്ട. ആ, ഇതാ പറയുന്നത് പോലീസുകാരൻ എന്നും പോലീസ് തന്നെയാന്ന്. പൊളിറ്റിക്സ് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. എടോ പറയുന്നത് അങ്ങോട്ട് കേക്ക്. കേസ് ചാർജ് ചെയ്യാൻ പാടില്ല. ആ ചേരിയിലുള്ള സകല റാസ്കൽസും വെളിയിൽ എന്റെ മുറ്റത്ത് വന്ന് കൂടി നിൽക്കുക. തന്റെ കൈ അത്രയ്ക്കങ്ങ് തരിക്കുന്നുണ്ടെങ്കിൽ അവനെ നമുക്ക് പിന്നെ വല്ല കള്ളക്കേസിലും കൊടുക്കാം, എന്നിട്ട് തല്ലിച്ചവയ്ക്കാം. തൽക്കാലം ഇതൊന്ന് അടങ്ങട്ടെ. പിന്നെ മന്ത്രി എന്ത് പറഞ്ഞു? പത്രക്കാരറിയരുതെന്നോ? പോരാ, അവരറിയണം. ലീക്ക് ചെയ്ത് കൊടുക്കണം. ഛേ, തന്നെ നാറ്റിക്കാനല്ലടോ. ഭക്ഷ്യമന്ത്രി താറട്ടെ. ആ, പിന്നെ ആ പോലീസുകാരനെ തല്ലിയവരെ അന്വേഷിക്കാനൊന്നും പോണ്ട. നമ്മുടെ ദേവന്റെ ആൾക്കാരാ. ആ സർ, അവരാകെ ഇളകിയിട്ടാ. നേരിട്ടൊന്ന് സമാധാനിപ്പിച്ചാൽ. സമാധാനിപ്പിക്കാനല്ലേ ഇപ്പോഴും ചെയ്തതൊക്കെ. എന്നാലും പ്രത്യക്ഷപ്പെടണം അല്ലേ? സർ. കേസൊന്നും ഉണ്ടാവില്ലല്ലോ. കേസൊന്നും ആവില്ലെന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞ IG വരെ മുട്ട് പറയും. അല്ലെങ്കിൽ നോക്കിയോ, ശങ്കരൻകുട്ടി തല്ലി ചതച്ചു കളഞ്ഞു അല്ലേ തെമ്മാടികള്. ആ സദാനന്ദന്റെ മൂത്തുപ്പാപ്പനെ വരെ തെറി വിളിച്ചിട്ടാ ഞാൻ പറഞ്ഞത് നിന്റെ പേര് കേസ് വേണ്ടാന്ന്. സമ്മതിച്ചു. ആളിത്തിരിയെ ഉള്ളെങ്കിൽ എന്താ ചങ്കൂറ്റം കാണിച്ചു നീ. ഉമരാ വാ. എന്തോ ഇവനെ വിടണ്ട, പിടിച്ചോ, നമുക്ക് വേണം. അതിപ്പോ തന്നെ നമ്മൾ ആളല്ലേ. ചേരിയിൽ ഗോപാലകൃഷ്ണൻ വാക്ക് പറഞ്ഞാൽ ദൈവം നേരിട്ട് വന്നാൽ പോലും മറിച്ച് ആരും ഒന്നും ചെയ്യില്ല. വലിയ സ്വാധീനല്ലേ. ഓഹോ, മിടുക്കൻ. പിന്നെ എന്തുണ്ടോ അമ്മയ്ക്കൊക്കെ? ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങൾക്കറിയാമോ ഈ കുമാരനെ? എന്റെ ക്ലാസ്മേറ്റ്. കൈവെള്ളെ കൊണ്ടു നടന്ന ഇവന്റെ അച്ഛനെ രാഷ്ട്രീയത്തിൽ വളർത്തിയത്. ഒടുവിൽ വീണുപോയതും എനിക്ക് വേണ്ടിയിട്ടാ. എനിക്കിട്ട് കിട്ടിയ വെട്ട് തടുത്തു. പിന്നെ എഴുന്നേറ്റിട്ടില്ല അല്ലേടോ? വേണ്ട സാർ. ഇത് വെച്ചോളൂ. വേണ്ട, ഞാൻ വാങ്ങൂല. താൻ വാങ്ങണ്ട. ഇത് തനിക്കല്ലടോ. വയ്യാതെ കിടക്കില്ലേ തന്റെ അമ്മ കുട്ടിമൂപ്പത്തി. അവർക്കാ. പഴയ നമ്പ്യാരുകുട്ടി തന്നതാണെന്നും പറഞ്ഞ് തലയാണ കീഴി വെച്ചു കൊടുക്കണം. അവർക്ക് സന്തോഷാവും. എനിക്കറിയാം. ശരി, നിങ്ങൾ ഇറങ്ങിക്കോ. എന്താ? ഞങ്ങൾ വന്ന കാര്യം പറഞ്ഞില്ല. പറഞ്ഞല്ലോ. നിങ്ങളുടെ ആരുടെയും പേര് കേസുണ്ടാവില്ല. അതല്ല സാർ, ഞങ്ങളുടെ ചേരിയിലെ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത് ആ പൈപ്പിന്റെ ചോട്ടിന്ന തല്ലും വഴക്കും എല്ലാം. ഒരുപാട് നാളായി ഒരു പരിഹാരവും ഇല്ലാതെ അതിങ്ങനെ. അറിയാം. 947 ഉണ്ടാക്കിയ ഹിന്ദുസ്ഥാൻ സെറ്റിൽമെന്റ്, ചേരിയിലെ ശുദ്ധജല വിതരണ പദ്ധതി. ആ ടാങ്ക് പണിയിക്കാൻ ഞാൻ മന്ത്രിയായിരുന്നപ്പോ ഒരുപാട് തവണ മൂവ് ചെയ്തതാ. എവിടെ നടക്കാൻ? മാറി മാറി വരുന്ന ഭരണക്കാരിട്ട് തട്ടി തട്ടി നാശമാക്കി. ഇത്തവണ നമുക്ക് ശരിയാക്കാം. CM വരട്ടെ, ഞാൻ പ്രസ് ചെയ്യാം. ഐ വിൽ ഗിവ് an ultimatum. ഓക്കെ, ശരി. ഒലക്കേടെ മൂട്. എടോ, അത് നടക്കും തോന്നുന്നുണ്ടോ തനിക്ക്? എന്നാ അത് നടക്കുകയല്ല. ഇത്തവണ അങ്ങനല്ല സഹാബി. വാക്ക് കൊടുത്തിരിക്കുക നമ്പ്യാര്. വാക്കല്ല, വ്യാമോഹം. ഒരു ബൂർഷാ പാർട്ടി നേതാവിന്റെ പാർലമെന്റേറിയൻ വ്യാമോഹത്തിൽ അധിഷ്ഠിതമായ വാഗ്ദാനം. എന്താ മനസ്സിലായോ? അപ്പൊ നടക്കില്ല എന്ന് ചുരുക്കം. പക്ഷെ നടന്നില്ലെങ്കിലും ചേരിക്കാര് മുഴുവൻ ഇളവും. ഇളക്കാരാ തീരുമാനം. ആര് തീരുമാനിച്ചു? ആ ഗോപാലകൃഷ്ണനോ? അവന്റെ കൂടെ ആൾക്കാർ മുഴുവനും. ആരിളക്കിയാലും നമ്മളത് കലക്കും. കലക്കാ പിന്നെ ചേരിക്കകത്തൊന്നും ഒരൊറ്റ വോട്ട് കിട്ടില്ല സഹാബി നമുക്ക്. എടോ പവിത്ര, താൻ ആരെയാ രാഷ്ട്രീയം പഠിപ്പിക്കുന്നത്? ഈ ദേവനെയോ? 28ാമത്തെ വയസ്സിൽ ഈ ജില്ലാ സെക്രട്ടറിയുടെ കസേരയിൽ കയറി ഇരിക്കാൻ തുടങ്ങിയതാ ഞാൻ. എനിക്കറിയാം ജനകീയ പ്രശ്നങ്ങളിൽ എന്ത് നിലപാടെടുക്കണമെന്ന്. ഇങ്ങോട്ട് പഠിപ്പിക്കണ്ട. അപ്പൊ ചേരിയിൽ കുടിവെള്ളം കിട്ടണമെന്നാണോ സഹാബ് പറയുന്നത്? വേണ്ട, പാടില്ല എന്നാണ് പാർട്ടിയുടെ സ്റ്റാൻഡ്. എപ്പോ വേണമെങ്കിലും മുതലെടുക്കാൻ പറ്റിയ വിധത്തിൽ ചേരിയിലെ പ്രശ്നങ്ങൾ നീറി നിൽക്കണം. എങ്കിലേ നമ്മുടെ പാർട്ടി അവിടെ വേരുറയ്ക്കൂ. അറിയോ തനിക്ക്? എടോ, ജനങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായാൽ
അതെങ്ങനെ പരിഹരിക്കണമെന്നല്ല, എങ്ങനെ വഷളാക്കാം എന്ന് വേണം ചിന്തിക്കാൻ. മനസ്സിലായോ? ഇതാ നമ്മുടെ ഹോട്ടൽ പ്രൊജക്ടിന് സെൻട്രൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള അപ്രൂവൽ. ഒരു MP എന്നുള്ള നിലയിൽ കേന്ദ്രമന്ത്രിയുടെ മേശപ്പുറത്ത് കയറിയെന്ന് വാങ്ങിച്ചതാ. അപ്പോഴേ ഈ ഭാഗത്ത് കുറച്ച് മാറ്റം വേണ്ടി വരും. അതിന്റെ പ്ലാൻ നാളെ കിട്ടുള്ളൂ. അത് പുറകെ അപ്രൂവൽ വാങ്ങിക്കാം, പണി നടക്കട്ടെ. എങ്ങനെ നടക്കാൻ? അതിന് ഈ ചേരിയിലെ റോഡ് വഴി ലോഡ് കൊണ്ടുപോകാൻ അവിടെ ഉള്ളവർ സമ്മതിച്ചിട്ട് വേണ്ടേ? ഒക്കെ നിങ്ങൾ കണ്ടുകൂട്ടുന്ന ആൾക്കാരാ, തെമ്മാടികൾ. എന്റെ ആൾക്കാർ 2-3 പേരേ ഉള്ളൂ. അവര് കിട്ടിയതും വാങ്ങിച്ച് ഒതുങ്ങുകയും ചെയ്തു. ജയ, ഇതൊരു കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ആണ്. കല്ലും മണ്ണും ഗ്രാവലും ഒക്കെ ആയിട്ട് ദിവസവും ചേരി വഴി ഒരു 10-100 ലോറി ട്രിപ്പ് വേണ്ടി വരും. അവിടുത്തെ കുടിലുകളും റോഡും ഒക്കെ നാശമാവും. നാശമാട്ടെ, നമുക്കെന്താ? ചേരി വഴി ലോഡ് കൊണ്ടുപോകാൻ PWD-കാരൻ നമുക്ക് അനുവാദം തന്നതാ. പക്ഷെ ചേരിക്കാരൻ നിവേദനം കൊടുത്തപ്പോ കളക്ടർ കയറി ഇടപെട്ടു. നിങ്ങൾ ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് വിളിച്ചു പറയണം. ബിനാമി ആണെങ്കിലും നിങ്ങൾക്കൂടെ മുതൽ മുടക്കുള്ള പ്രോജക്റ്റ് ആയത്. ഞാൻ ഇന്നലെ കളക്ടറോട് സംസാരിച്ചു. ഷീ ഈസ് വെരി ആഡമന്റ്. ഉടക്കിയിട്ട് പ്രയോജനമില്ല. എനിക്ക് താന്നു കൊടുക്കാനും വയ്യ. ഇത്തിരി മയമായിട്ടൊക്കെ സംസാരിക്കാൻ നീയാ മിടുക്കൻ. നീ അവളെ ഒന്ന് വിളിക്കും. നിങ്ങളുടെ ഈ കൊമ്പത്തെ കലക്ടർ ചോദിക്കുന്ന കാശ് പറയുന്ന സ്പോട്ടിൽ വെച്ചു കൊടുക്കാം. ഈ കുറിപ്പ് റെഡി. Yes, Sujatarian? Yes, sir. Sir, it's a slightly volatile issue. ചേരിയിലുള്ളവർ എതിർക്കുന്ന സ്ഥിതിക്ക് ലോറി കൊണ്ടുപോകാൻ അനുവദിച്ചാൽ. ലുക്ക് സുജ, MP എന്ന നിലയിൽ കളക്ടറോട് സംസാരിക്കാനല്ല ഞാൻ. ജയപാലൻ സുജാ ചെറിയാനോട് സംസാരിക്കുന്നു. കുറുപ്പിയേട്ടൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. അല്പം ഔട്ട് ഓഫ് ദി വേ ആണെങ്കിലും അവരൊന്ന് സഹായിക്കണം. ഐ ആം ആസ്കിംഗ് എ പേഴ്സണൽ ഫേവർ. വ്യക്തിപരമായ ഒരു ഉപകാരം. Shall I ask a personal question? Yes. തികച്ചും വ്യക്തിപരമായ ഒരു ചോദ്യം. കളക്ടർ MP-യോടല്ല ചോദിക്കുന്നത്, സുജാ ചെറിയൻ മിസ്റ്റർ ജയപാലിനോട്. ചോദിച്ചോളൂ. അങ്ങക്ക് വോട്ട് ചെയ്ത കുറെ പേരെങ്കിലും ഉണ്ടാവുക ചേരിയിൽ. എന്നോട് സഹായം ചോദിച്ചപ്പോ അതാ പാവം ചേരിക്കാർക്ക് വേണ്ടിയാവുന്ന ഞാൻ പ്രതീക്ഷിച്ചത്. കളക്ടർ ഇപ്പോൾ പെട്ടെന്നൊരു തീരുമാനമെടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നാളെ രാവിലെ വരെ സമയമുണ്ട്. എന്തായാലും നാളെ ചേരിയിലൂടെ ലോഡ് കൊണ്ടുപോകാൻ അനുവദിപ്പിക്കാമെന്ന് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തുപോയി. ഐ എം സോറി. സുജാ ചെറിയാൻ പിന്നീട് പശ്ചാത്തപിക്കരുത്. ഭീഷണിയാണെങ്കിൽ സർ, യു ആർ ടോക്കിംഗ് ടു ദ റോങ് പേഴ്സൺ. ഭഗവാനെ, ഇന്നെന്തെങ്കിലും സംഭവിക്കുമല്ലോ. നിർത്തണം 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 നിർത്തണം. എന്താണ് കൊച്ചുമലയാളി, ഇത് വെറുതെ പ്രശ്നം നോക്കരുത്. ഇവിടെയുള്ളൊരു തടയും. തടയുന്നേ തടയട്ടെ, അപ്പൊ കാണാം. ഒരുത്തനും ഒന്നും ചെയ്യില്ല സാറേ, ധൈര്യമായിട്ട് നിന്നു. നോക്കിയിരിക്കാതെ വണ്ടിക്ക് സൈഡ് പറഞ്ഞു കൊടുക്കും. പോരട്ടെ 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 പോരട്ടെ. അല്ലാന്ന് താൻ എന്ത് പോകരുതാണ് കാണിക്കുന്നത്? ഇതുവഴി വണ്ടി ഇവിടെ തന്നോട് ആരാ പറഞ്ഞത്? എന്താ പ്രശ്നം? എന്താ പ്രശ്നം? നിങ്ങൾക്ക് അറിയോട് ഇതുവഴി വണ്ടി പോയില്ലാന്ന്? ഇത്തിരി മെനക്കെട്ടാ ചിലപ്പോ പോയെന്നിരിക്കും. അങ്ങനെ മെനക്കെടണ്ട, ഞങ്ങൾ തടയും. തടയുമല്ലേ? ഇറങ്ങി വേടാ. കൂടെ 5-6 ആളുണ്ടെന്ന് പറഞ്ഞ് വെറുതെ ഷൈൻ ചെയ്യാൻ നോക്കല്ലേ. അതൊന്നും ഈ ഏരിയ ചെലവാവില്ല. വേറെ വഴിയുണ്ടല്ലോ, അതുവഴി കൊണ്ടുപോയിക്കോ. അതിനൂടെ പൂമുഖത്തെ കുറുപ്പണിന്റെ പാലം പൊളിഞ്ഞെടുക്കല്ലേ. കാട്ടിലെ തടി തേവണ്ടാനാ. ഇത് മോശമാണ്. വെറുതെ ഉള്ള സ്നേഹം കളയരുത്. ഉള്ള സ്നേഹം പോയാൽ പൂവത്തോർക്ക് പുല്ലാടാ. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് അവസാനം വന്നേക്കുന്ന സ്നേഹം പറയാൻ തെണ്ടി അടിച്ച് പല്ലി തെറിപ്പിക്കണം അവന്റെ.
നേതാവ് കളി കുഞ്ഞുവെ പ്രശ്നം നോക്ക ഇവനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ഇതെന്ത് അന്യായമാണ്? വണ്ടി കയറോ.